കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം രാജ്യം ചർച്ച ചെയ്ത് ബംഗാൾ പിടിക്കാൻ ഇറങ്ങി തിരിച്ച BJP നേതാക്കൾ എന്നുള്ള ഒരു വലിയ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. ബംഗാൾ രാഷ്ട്രീയത്തെ നമ്മൾ ഏറ്റവും അധികം കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നിശ്ചയമായും എല്ലാവരും കരുതുന്ന പോലെ മമതായുടെ തൃണമൂലിന് വലിയൊരു സീറ്റ് ഷെയർ അവിടെ ഉണ്ടാകും. BJPക്ക് 18 സീറ്റുണ്ട്. ആ 18 സീറ്റിൽ നിന്ന് കുറയുമോ കൂടുമോ എന്ന ചോദ്യമൊക്കെ അവരും നേരിടും. പക്ഷേ പ്രചരണ രംഗത്ത് ഏറ്റവും അധികം വാർത്തകളിൽ വന്നിട്ടുള്ളത് CPIMൻ്റെ മടങ്ങിവരവാണ്. അതിൻ്റെ സംഘടനാശേഷി വർദ്ധിക്കുന്നു. CPIMൻ്റെ പരിപാടികളിലേക്ക്, പ്രചാരണ പരിപാടികളിലേക്ക്, DYFIയുടെ പരിപാടികളിലേക്ക് വലിയ തോതിൽ അവിടെ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ കാഴ്ച എന്താണ് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരാണ് നേതൃനിരയിൽ നിൽക്കുന്നത്. യുവ നേതൃത്വം എന്നുള്ളത് കേവലം വാക്കാൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. വളരെ വലിയ തോതിൽ സ്ഥാനാർത്ഥികളായി വന്നവർ, അതുപോലെ മീനാക്ഷി മുഖർജി DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അവരുടെ യോഗത്തിലേക്ക് ആളുകൾ എത്തുന്നു. അവരെ കാണാൻ ഇപ്പോൾ മലയാള മനോരമ പോലും എഴുതിയത് 200 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് വന്നിട്ട് അവരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവരുടെ പ്രസംഗം കേൾക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്ന ഒരു ബംഗാൾ നേതൃത്വം CPIMനോട് ആവശ്യപ്പെടുന്നത് അവരുടെ യോഗങ്ങളിലും മീനാക്ഷി വേണമെന്നാണ്. അതെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ പോലും CPIMൻ്റെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള താരപ്രചാരകയായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള മീനാക്ഷി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പേരിലേക്ക് ഒരുക്കുമല്ല, ശ്രീജൻ ഭട്ടാചാര്യയുണ്ട്, വേറെയും പേരുകാരൊക്കെ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അടങ്ങുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ബംഗാളിൽ കണ്ട ഈ യുവ നേതൃത്വത്തെക്കുറിച്ച്, അതെ, യങ് ലീഡേഴ്സ് കാണാം. আর আমাদের কর্মীরা হলো আমাদের প্রত্যেক পার্টির আন মান আর শান আর জান। আর আমাদের কর্মীদের গায়ে যদি একটা হাত পড়ে কোনো আয়ুব গাজীকে চিনি না, মিনাকা থানার বড় বাবুকে জবাব দিতে হবে. DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി സ്ഥാനാർത്ഥിയല്ല, ബംഗാളിലെ താരപ്രചാരകയാണ്. മീനാക്ഷി മുഖർജിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടുന്നത് പതിനായിരങ്ങൾ. পার্টিকে জানাবেন আস্থা রাখুন, ভরসা রাখুন, CPIM পার্টি পিঠ দেখিয়ে দৌড়ে পালিয়ে যেতে শেখেনি. മമതാ സർക്കാരിനെതിരെ സമരം ചെയ്തതിന് തൃണമൂൽ സർക്കാർ മീനാക്ഷി മുഖർജിയെ ദീർഘകാലം ജയിലിലടച്ചു. ബംഗാളിൽ മത്സരിക്കുന്ന 30 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിലെ 14 ചെറുപ്പക്കാരാണ്. SFI നേതാവ് ദീപ്ഷിത ധർ ശ്രീരാംപൂർ മണ്ഡലത്തിലും ശ്രീജൻ ഭട്ടാചാര്യ ജാദവ്പൂരിലും ജനവിധി തേടുന്നു. ഇരുവർക്കും വേണ്ടി ആയിരക്കണക്കിന് യുവാക്കളാണ് പ്രചാരണത്തിനിറങ്ങിയത്. ഡയമണ്ട് ഹാർബറിൽ മത്സരിക്കുന്ന പ്രതീകുർ റഹ്മാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രൂരമായ അക്രമങ്ങൾക്ക് ഇരയായ യുവജന നേതാവാണ്. താംലൂക്കിൽ മത്സരിക്കുന്ന സാജൻ ചാറ്റർജിയും ഹൗറയിൽ മത്സരിക്കുന്ന സബ്യസാച്ചി ചാറ്റർജിയും ജാൽഗ്രാമിൽ മത്സരിക്കുന്ന സോണാമണി മുർമുവും ദക്ഷിണ കൊൽക്കത്തയിൽ മത്സരിക്കുന്ന സൈറ ഷാ ഹാലിമും തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ തടിച്ചുകൂടുന്ന ജനാവലി വോട്ടായി മാറിയാൽ ഇത്തവണ ഇടതുപക്ഷം ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കും. ഇടതുപക്ഷ പാർട്ടികൾ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കും. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും വലിയ ആത്മവിശ്വാസമില്ല. ബംഗാളിൽ നിന്നും ഓരോ പാർട്ടിയും നേടുന്ന സീറ്റുകൾ ദേശീയ തലത്തിൽ ഇത്തവണ നിർണായകമാവും. കൊൽക്കത്തയിൽ നിന്ന് ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം K. രാജേന്ദ്രൻ.